ഹലോ എവരി വൺ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് സ്റ്റഡി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു മെക്കാനിക്ക് ഒരു വിമാനം ഉണ്ടാക്കി പറത്തുന്നതിൻ്റെ ഒരു പത്രവാർത്തയാണ്. അതിൻ്റെ ഒപ്പം മൊസാംബിക്കിൽ നിന്നുള്ളൊരു ഇൻവെൻറ്റർ ഒരു സ്വന്തമായിട്ടൊരു കാർ നിർമ്മിച്ച് അതിന് 120 കിലോമീറ്റർ സ്പീഡിൽ പോയി എന്നുള്ളൊരു കാര്യം. ഈ രണ്ട് കേസ് സ്റ്റഡികൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ വരുന്ന കമൻസ് ആണ്. അതായത് സോഷ്യൽ മീഡിയ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ലൊരു സയൻറ്റിസ്റ്റുകളാണ്, നല്ലൊരു എൻജിനീയേഴ്സാണ്. അതിനേക്കാൾ ഉപരി കറൻ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെയും സയൻറ്റിസ്റ്റിനെയൊക്കെ സീവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരെ പോലെ പ്രൊട്ടക്റ്റീവ് അല്ല. ഇവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്തായിരിക്കാം, അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ആ പറഞ്ഞ കേസ് സ്റ്റഡീനെ ഞാൻ സാറ്റിൻ്റെ ഡാറ്റയായിട്ട് ബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം. എൻ്റെ ഫ്രണ്ടിലുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലറായിട്ട് +2 തന്നെ പഠിക്കുമ്പം അത്യാവശ്യം കാർ നന്നാക്കുക, വീട്ടിലെ പ്രശ്നങ്ങൾ മെക്കാനിക്കലായിട്ട് സോൾവ് ചെയ്യുന്ന ഒരു കുട്ടീൻ്റെ സാറ്റിൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ടാണ്. അപ്പം ഈ കുട്ടി പറയുന്ന പോലെ ചെറുപ്പത്തിൽ എല്ലാവരും ഈ കുട്ടീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറും സയൻറ്റിസ്റ്റൊക്കെ ആയിട്ടാണ് എന്നൊരു കാര്യം. അപ്പോൾ ബേസിക്കലി എന്താണ് ഇവരുടെയൊക്കെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സിങ്ക് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഈ കുട്ടിയുടെ സാറ്റിൻ്റെ റിസൾട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യനുണ്ടാകുന്ന 8 ആപ്റ്റിറ്റ്യൂഡുകളാണ് ഇവിടെ അളന്ന് വെച്ചിരിക്കുന്നത് എന്നൊരു കാര്യമുണ്ട്. പല ആപ്റ്റിറ്റ്യൂഡുണ്ട് ഇവിടെ, ലാംഗ്വേജ്, അബ്സ്ട്രാക്ട്, ഇങ്ങനെയുള്ളൊരു കാര്യം. അപ്പോൾ ബേസിക്കായിട്ട് സാറ്റിൻ്റെ ഡാറ്റ പറയുന്നത് ഒരു എൻജിനീയർ ആകേണ്ട ആൾക്കാരുടെ, അതായത് കഴിഞ്ഞ 30 കൊല്ലത്തെ ഡാറ്റയുടെ അനാലിസിസ് പറയാൻ പറ്റുന്നത് അവരുടെ അബ്സ്ട്രാക്ട് റീസണിങ്ങും മെക്കാനിക്കൽ റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ അവരുടെ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡും ഹൈ ആയിരിക്കും. അബ്സ്ട്രാക്ട് റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം മുമ്പ് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു സാഹചര്യം കിട്ടിയാൽ ലോജിക്കലി ഡെറൈവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. ബേസിക്കായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, തിയോളജി, ഫിലോസഫി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തൊട്ടും കണ്ടും മനസ്സിലാക്കാൻ പറ്റാതെ ലോജിക്കൽ വർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. മെക്കാനിക്കൽ റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഷീൻസിനെ കോറായിട്ട് സോൾവ് ചെയ്യാനുള്ളൊരു ഇൻഹറൻറ്റ് കപ്പാസിറ്റിയാണ്. അത് കുറേ കണ്ടും പ്രാക്ടീസ് ചെയ്തും റിപ്പീറ്റ് ചെയ്തും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. ന്യൂമറിക്കൽ റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റിയാണ്. സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാര്യങ്ങളെ 3Dയിൽ വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു ബേസിക് കപ്പാസിറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ മുൻപ് വാർത്തയിൽ പറഞ്ഞ 2 കേസ് സ്റ്റഡിയും ഈ കുട്ടിയുടെ കേസ് സ്റ്റഡിയും കാണുമ്പം ഇവരുടെ മെക്കാനിക്കൽ റീസണിംഗ് ആയിരിക്കും കുറേയും കൂടെ ഹയർ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് മെഷീൻസിനെ കണ്ട് സോൾവ് ചെയ്യാനുള്ള ഇൻഹറൻറ്റ് കപ്പാസിറ്റി ഉണ്ടാകും. അതിലവർ അത്യാവശ്യം നല്ല കഴിവുള്ളവരായിരിക്കും. ഇവർ അത്യാവശ്യം നല്ല ഇൻവെൻറ്റേഴ്സ് ആയിരിക്കും. അതായത് ഒരു കാര്യങ്ങൾ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും. പക്ഷേ ഇവിടെ കീ ആയിട്ട് മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അബ്സ്ട്രാക്ട് റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡൊക്കെ, സ്പേഷ്യൽ അത്രയും വരുമോയെന്നറിയില്ല, പക്ഷേ അബ്സ്ട്രാക്ട് റീസണിങ്ങും ന്യൂമറിക്കൽ റീസണിങ്ങും ഭയങ്കര വീക്കാകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇത് രണ്ടുമാണ് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ലേണിംഗ് എ ടെക്നിക്കൽ തിങ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് സംഭവിക്കുന്നത് ഇവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന മെക്കാനിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളപ്പം ഇവരുടെ തിയററ്റിക്കലായിട്ട് അത് ചെയ്യാനുള്ള അബ്സ്ട്രാക്ട് റീസണിങ്ങും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഹൈലി വീക്ക് ആകാൻ ചാൻസ് ഉണ്ട്, ഈ കുട്ടിയുടെ കാര്യം പോലെ. ഈ നമ്മൾ മുകളിൽ പറഞ്ഞ പ്രശ്നം തന്നെയാണ് റൈറ്റ് ബ്രദേഴ്സിന് വിമാനം ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ റീസൺ. അതായത് തിയററ്റിക്കലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു സ്റ്റേജിന് ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡിനെ റീഇൻഫോഴ്സ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റിന് ശേഷം നിങ്ങൾ പറത്തുന്ന വിമാനം പറക്കണമെന്നോ നിങ്ങൾ ഉണ്ടാക്കിയ കാറ് അതേ സ്പീഡിൽ പോകണമെന്നോ യാതൊരു നിർബന്ധമില്ല എന്നൊരു കാര്യം. അപ്പം ഞാൻ ഇത്രയും പറയാൻ കാര്യം, നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്കില്ല് ഡിഫൈൻഡ് ആണെങ്കിൽ അത് നിങ്ങൾ ITI പോളിടെക്നിക്ക് പോലെയുള്ളൊരു കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ പ്രാക്ടിക്കാലിറ്റിയുടെ ഒപ്പം തന്നെ തിയററ്റിക്കലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ്, ആ ആപ്റ്റിറ്റ്യൂഡ് കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് പോലെയുള്ളൊരു സാധനങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുക എന്നൊരു കാര്യം. താങ്ക് യു സോ മച്ച്.